മണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതോടെ ജില്ലയിലെ LDF ക്യാമ്പ് ആവേശത്തിൽ. പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമോ എന്ന ആശങ്കയിൽ UDF. ആനക്കല്ലിൽ യുവതിയെ ഭർതൃവീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. അവനിശ്ശേരി സ്വദേശിനി ഉണ്ണിമായയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിലെ ഭാഗമായി ആദ്യ ശീവേലി നടന്നു. വിളക്കാഘോഷം രാത്രി. വിശദാംശങ്ങളിലേക്ക്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതോടെ ജില്ലയിലെ LDF ക്യാമ്പ് ആവേശത്തിൽ. പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് UDF ക്യാമ്പ്. NDAയ്ക്കും നിരാശയാണ് എക്സിറ്റ് പോൾ നൽകുന്നത്. സംസ്ഥാനത്ത് ഇനി UDFന്റെ ഊഴമെന്ന് പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തൃശൂർ ജില്ല LDFനൊപ്പമെന്നും ഉറപ്പിക്കുന്നു. ആകെയുള്ള 13-ൽ 10 സീറ്റും ഉറപ്പെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമുള്ള LDF വിലയിരുത്തൽ. അതിനോട് അടുത്തു നിൽക്കുന്നതാണ് പല എക്സിറ്റ് പോളുകളും. സംസ്ഥാനത്ത് UDFന് 90-ന് മുകളിൽ സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുന്ന എക്സിറ്റ് പോളിൽ പോലും ജില്ലയിൽ LDFന് 9 മുതൽ 11 സീറ്റ് വരെയാണ് കണക്ക്. എന്നാൽ UDF ക്യാമ്പ് ആത്മവിശ്വാസം കൈവിടുന്നില്ല. തൃശൂർ, ചാലക്കുടി, മണലൂർ, ഇരിങ്ങാലക്കുട, വടക്കാഞ്ചേരി, കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ, ഒല്ലൂർ എന്നീ 8 മണ്ഡലങ്ങൾ UDF നേടുമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ. തൃശൂർ മണ്ഡലത്തിൽ വിജയം പ്രതീക്ഷിക്കുന്ന BJP NDA ക്യാമ്പിന് എക്സിറ്റ് പോൾ ഫലങ്ങൾ ആശ്വാസം നൽകുന്നതല്ല. എങ്കിലും തൃശൂർ, മണലൂർ, പുതുക്കാട് തുടങ്ങിയ സീറ്റുകളിൽ വോട്ട് വിഹിതമുയർത്താനാകുമെന്ന പ്രതീക്ഷയിലാണവർ. എന്തായാലും കാത്തിരിപ്പിന് വിരാമമിടാൻ ഇനി അധിക ദിവസങ്ങളില്ല. മെയ് 4 തിങ്കളാഴ്ച ആർക്കായിരിക്കും നല്ല ദിവസമെന്ന് കണ്ടറിയാം. ന്യൂസ് ഡെസ്ക് TCV. ആനക്കല്ലിൽ യുവതിയെ ഭർതൃവീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. അവനിശ്ശേരി സ്വദേശിനി കുന്നത്ത് വളപ്പിൽ വീട്ടിൽ 30 വയസ്സുള്ള ഉണ്ണിമായയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 8:30യോടെയാണ് സംഭവം. വീട്ടിൽ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ട് അയൽവാസികളും ഭർത്താവിന്റെ അമ്മ സാവിത്രിയും മറ്റും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. കുടുംബ വഴക്കിനിടെ ഭർത്താവ് ശിവപ്രസാദ് കഴുത്തു ഞെരിച്ചിരുന്നതായി പറയുന്നു. തൃശൂരിലെ മാർക്കറ്റിലെ കടയിലെ ജീവനക്കാരനാണ് ശിവപ്രസാദ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഭർത്താവ് ശിവപ്രസാദിനെ അയ്യന്തോളിലെ അഭിഭാഷകന്റെ ഓഫീസിൽ നിന്നും നെടുപ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിലെ ഭാഗമായി ആദ്യ ശീവേലി നടന്നു. ആദ്യ ശീവേലിക്ക് 17 ഗജവീരന്മാർ അണിനിരന്നു. പാറമേക്കാവ് കാശിനാഥൻ ഭഗവാന്റെ തിടമ്പേറ്റി. വലത് കുട്ടൻകുളങ്ങര അർജുനനും ഇടത് പല്ലാട്ട് ബ്രഹ്മദത്തനും കൂട്ടാനകളായി. ആദ്യ ശീവേലിക്ക് കലാമണ്ഡലം ഉദയൻ നമ്പൂതിരിയുടെ പ്രമാണികത്വത്തിൽ 100ഓളം കലാകാരന്മാർ അണിനിരുന്ന പഞ്ചാരിമേളവും അരങ്ങേറി. ഉച്ചതിരിഞ്ഞ് ക്ഷേത്രത്തിനകത്തെയും പുറത്തെയും വേദികളിലായി വിവിധ കലാപരിപാടികളും ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് സന്ധ്യയോടെ വിവിധ ക്ഷേത്രകലകളും അരങ്ങേറും. രാത്രി ക്ഷേത്രത്തിൽ വിളക്കാഘോഷം നടക്കും. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ ചെമ്പട മേളത്തിന് സവിശേഷ സ്ഥാനമുണ്ട്. ഉത്സവത്തിൽ മേളം പൂർത്തിയാകുന്നത് ചെമ്പടയിലാണ്. ശീവേലിക്കും വിളക്കിനും പടിഞ്ഞാറേ നടപ്പുരയിൽ 5-ാം കാലത്തിൽ പഞ്ചാരി കൊട്ടി കലാശിച്ചാൽ രൂപകം കൊട്ടി മേളക്കാർ ചെമ്പട മേളത്തിലേക്ക് കടക്കും. കുലീബിനി തീർത്ഥക്കരയിലൂടെയാണ് ചെമ്പട കടന്നുപോകുന്നത്. അതുകൊണ്ട് തീർത്ഥക്കര മേളമെന്നും പറയപ്പെടുന്നുണ്ട്. വടക്കേ നടയിൽ ചുറ്റമ്പലത്തിന്റെ വാതിലിനടുത്തായിട്ടാണ് ചെമ്പട മേളം നടക്കുക. മേളക്കാർക്ക് വൈദഗ്ധ്യം തെളിയിക്കാനുള്ള മത്സരവേദി കൂടിയാണിത്. പടിഞ്ഞാറേ നടയിൽ പഞ്ചാരി അവസാനിക്കുന്നതോടെ വാദ്യക്കാരിൽ വിദഗ്ധരായവർ മാത്രമാണ് ചെമ്പടയിലേക്കെത്തുക.
11 ദിവസത്തെ ഉത്സവത്തിൽ 21 ചെമ്പടമേളങ്ങളാണ് ഇവിടെ നടക്കുക. കൂടൽമാണിക്യം ഉത്സവം രൂപകൽപ്പന ചെയ്തുവെന്ന് വിശ്വസിക്കുന്ന ശക്തൻ തമ്പുരാൻ ചെമ്പടമേളം കേൾക്കാൻ വടക്കേ കോവിലകത്തിന്റെ പടിഞ്ഞാറേ ഇറയത്ത് നിൽക്കാറുണ്ടെന്ന് പഴമക്കാർ പറയുന്നു. വൃത്താകൃതിയിൽ 10 മിനിറ്റോളം കൊട്ടിക്കയറുന്ന ചെമ്പട പിന്നീട് കിഴക്കേ നടപ്പുരയിൽ വന്ന് കൊട്ടിക്കലാശിക്കുന്നതോടെ ശീവേലിക്ക് പരിസമാപ്തിയാകുന്നു. TCV ന്യൂസ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സൗജന്യ കുടിവെള്ള സംഭാര വിതരണം ആരംഭിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭ, സേവാഭാരതി എന്നിവരുടെ നേതൃത്വത്തിൽ കിഴക്കേ നടയിൽ വിവിധ സ്ഥലങ്ങളിലായി രാവിലെ മുതൽ ശീവേലി കഴിയുന്നതുവരെ സംഭാര വിതരണം നടത്തുന്നുണ്ട്. ക്ഷേത്ര ആചാര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ രാവിലെ സംഭാര വിതരണവും വൈകിട്ട് വിളക്കെഴുന്നള്ളിപ്പ് സമാപിക്കുന്നവരെ കുടിവെള്ള വിതരണവും ക്ഷേത്രം കിഴക്കേ നടയിൽ നടത്തുന്നുണ്ട്. കൂടാതെ രാവിലെ ശീവേലിക്ക് അയ്യപ്പ സമാജത്തിന്റെ വക ദാഹജല വിതരണവും നടത്തുന്നുണ്ട്. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ആഗോള പരമാധ്യക്ഷൻ പരിശുദ്ധ മാർ ആവ തൃതീയൻ പാത്രിയാക്കീസിന്റെ തൃശൂർ സന്ദർശനം തുടരുന്നു. ഇന്നും നാളെയുമായി വിവിധ ശുശ്രൂഷകളിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ന് വൈകിട്ട് 6:30 മാർത്ത് മറിയം വലിയ പള്ളിയിൽ റംഷ പ്രാർത്ഥനയും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും നടക്കും. നാളെ രാവിലെ 7 പരിശുദ്ധ പാത്രിയാർക്കീസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കുർബാനയർപ്പിക്കും. തുടർന്ന് സഭാപിതാക്കന്മാരുടെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ചുള്ള ശുശ്രൂഷകളിൽ സംബന്ധിക്കും. മെയ് 2 രാവിലെ സഭാ ആസ്ഥാനത്ത് ക്ലർജി കൌൺസിൽ യോഗം ചേരും. 3 വൈകിട്ട് പള്ളിക്കുളത്തെ കാൽദിയൻ സിറിയൻ സെന്ററിൽ നടക്കുന്ന സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. 4 തീയതി ഇറാഖിലേക്ക് മടങ്ങും. ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിലെ ബ്രഹ്മോത്സവത്തിന് ആറാട്ടോടെ കൊടിയിറങ്ങി. പള്ളിയുണർത്തൽ, ഉഷപൂജ എന്നിവയ്ക്ക് ശേഷം ആറാട്ട് ബലി, കിഴക്കേ നടക്കൽ എഴുന്നള്ളിച്ചു വെക്കൽ എന്നിവയ്ക്ക് ശേഷം കോട്ടപ്പടി സന്തോഷ് മാരാരുടെ വാദ്യാഘമ്പടിയിൽ ഗുരുവായൂർ ദേവസ്വം കൊമ്പൻ അക്ഷയ് കൃഷ്ണൻ ഭഗവാന്റെ തിടമ്പേറ്റി. താലപ്പൊലിയോടെ ഗ്രാമപ്രദർശനത്തിനായി പുറത്തേക്ക് എഴുന്നള്ളി മഞ്ജുളാൽ വലം വെച്ച് ഗുരുവായൂരപ്പനെ വണങ്ങി മേൽപ്പാലം വഴി തിരിച്ച് ക്ഷേത്രത്തിലെത്തി വീണ്ടും മേള എഴുന്നള്ളിപ്പോടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പൂജകൾക്ക് ശേഷം തീർത്ഥക്കുളത്തിൽ ഭഗവാൻ ആറാട്ട് നടത്തി. തുടർന്ന് ഓട്ടപ്രദക്ഷിണം കഴിഞ്ഞ് കൊടിയിറക്കി. തന്ത്രിമാരായ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രസമിതി ഭാരവാഹികളായ ചന്ദ്രൻ ചങ്കത്ത്, ബാലൻ വാർനാട്ട്, പ്രഭാകരൻ മണ്ണൂർ, രാജു കലാനിലയം, സേതു തിരുവേങ്കിടം തുടങ്ങിയവർ നേതൃത്വം നൽകി. കാട്ടകാമ്പൽ പഞ്ചായത്തിനെയും കുന്നംകുളം നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവ് പാലത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങി. പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കാൻ സർക്കാർ 9 കോടി അനുവദിച്ചിരുന്നു. പാലം പൊളിക്കുമ്പോൾ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പാലത്തിന് സമീപം താൽക്കാലിക റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. ബുധനാഴ്ച പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഭാഗത്താണ് നിർമ്മാണം തുടങ്ങിയത്. ടൈൽ പണിക്കിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. ചിറക്കൽ ഇഞ്ചുമുടി മാട്ടുമ്മൽ പൈപ്പോത്ത് 36 വയസ്സുള്ള നിജിൽ ബാബുവാണ് മരിച്ചത്. ഇന്നലെയായിരുന്നു സംഭവം. ഇഞ്ചുമുടി പത്താങ്ങലിന് സമീപമുള്ള വീട്ടിൽ ടൈൽ പണിക്കിടെ കട്ടിംഗ് മെഷീനിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. ഉടൻ ചേർപ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ ഇടവക ദിനാഘോഷവും മെഗാ മാർഗംകളിയും ഞായറാഴ്ച നടക്കും. വൈകിട്ട് 5 നടക്കുന്ന ദിവ്യബലിക്ക് രാമനാഥപുരം രൂപത മെത്രാൻ പോൾ ആലപ്പാട്ട് കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പള്ളി ഗ്രൗണ്ടിൽ മെഗാ മാർഗംകളി അരങ്ങേറും. 13 മുതൽ 65 വയസ്സുവരെയുള്ള 500ഓളം ഇടവകയിലെ വനിതകൾ മെഗാ മാർഗംകളിയിൽ അണിനിരക്കും. ഇടവക ദിനാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനത്തിൽ ഇടവക തലത്തിൽ നടത്തിയ കലാകായിക സാഹിത്യ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വികാരി ഫാദർ വർഗീസ് കുത്തൂർ, ട്രസ്റ്റി ജോഫി ചിറമേൽ, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ ഡേവി പോൾ പടിക്കാല, PRO ജസ്റ്റിൻ, പ്രോഗ്രാം കൺവീനർ പ്രിൻസി വിൽസൺ എന്നിവർ പങ്കെടുത്തു.
കോടാലി കടമ്പോട് പാമ്പുകടിയേറ്റ് കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അനൂഷ് ആശുപത്രി വിട്ടു. ചികിത്സയോട് കുട്ടി നല്ല രീതിയിൽ പ്രതികരിച്ചിരുന്നു. ശ്വാസതടസ്സം പൂർണ്ണമായും ഭേദപ്പെട്ടു. തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു അനൂഷിനെ കഴിഞ്ഞ ദിവസം മുറിയിലേക്ക് മാറ്റിയിരുന്നു. 18-ന് രാത്രിയിലാണ് കാവുങ്ങൽ വീട്ടിൽ സിൽജോയുടെയും ജോൺസിയുടെയും മക്കളായ അനൂഷിനും ആൽജോയ്ക്കും ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിന്റെ കടിയേറ്റത്. ആൽജോ ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെ മരിച്ചിരുന്നു. ഓൾ കേരള പ്രൈവറ്റ് കോളേജ് റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ 11ാമത് സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച തൃശൂരിൽ നടക്കും. വിജ്ഞാന സമൂഹം മാനവികതയുടെ കരുത്ത് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തും. മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ സംരക്ഷണത്തിന്റെ ഭാഗമായി കാര്യാട്ടുകര അംഹയ്ക്കുള്ള സംഘാടനയുടെ കാരുണ്യ സഹായധനവും സമ്മേളനത്തിൽ കൈമാറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘടനാ സംസ്ഥാന ട്രഷറർ പ്രൊഫസർ PS ഫിറോസ്, ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബാബു ജോസഫ്, സെക്രട്ടറി പ്രൊഫസർ KM ഗീത, തൃശൂർ നോർത്ത് യൂണിറ്റ് സെക്രട്ടറി പ്രൊഫസർ C മുരളീധരൻ, സാന്ത്വം ചാരിറ്റി പ്രോഗ്രാം ചെയർപേഴ്സൺ ഡോക്ടർ PK കുശലകുമാരി എന്നിവർ പങ്കെടുത്തു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318D എമേർജിംഗ് തൃശൂരിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മെഗാ തൊഴിൽ മേള മെയ് 8-ന് തൃശൂരിൽ നടക്കും. ലയൺസ് ഡിസ്ട്രിക്റ്റിന്റെ എംപ്ലോയ്മെന്റ് ഫോർ എക്സിസ്റ്റൻസ് എന്ന പദ്ധതിയുടെ ഭാഗമായി ശക്തൻ നഗർ ഗ്രൗണ്ടിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് മെഗാ തൊഴിൽ മേള നടക്കുന്നത്. 1000-ഓളം ഉദ്യോഗാർത്ഥികളും കേരളത്തിലെ പ്രമുഖ 100ഓളം കമ്പനികളും മേളയിൽ പങ്കെടുക്കും. 1000-ലധികം തൊഴിലവസരങ്ങളിലേക്ക് രജിസ്ട്രേഷൻ ഫീസില്ലാതെ കമ്പനികൾ നേരിട്ടാണ് ഉദ്യോഗാർത്ഥികളെ അഭിമുഖത്തിലൂടെ കണ്ടെത്തുന്നത്. പ്രായപരിധിയില്ലാതെ ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും മേളയിൽ പങ്കെടുക്കാമെന്ന് സംഘാടക ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എംപ്ലോയ്മെന്റ് ഫോർ എക്സിസ്റ്റൻസ് ജില്ലാ സെക്രട്ടറിയും കോർഡിനേറ്ററുമായ പ്രശാന്ത് മേനോൻ, ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ T ജയകൃഷ്ണൻ, എമേർജിംഗ് തൃശൂർ ചെയർമാൻ P അഭയൻ, കൺവീനർ KC ജോൺസൺ, രാജൻ K നായർ എന്നിവർ പങ്കെടുത്തു. ഇടവേള. Discover la Braico there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. Hindu jallavu molaka belli kuturive poya aina e marelide inka atlage unna ammo nee garsu kanavu andariki telisindele kalle neeni gurram laga ee dookudu chale anota ee nota vinname ee mata nijamena chevilona pattave nachina. വാർത്തയിലേക്ക്. കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ തുടർച്ചയായി 25 വർഷം ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുകയും 39 വർഷം കാട്ടകാമ്പാൽ സർവീസ് സഹകരണ ബാങ്ക് ചിറക്കൽ ബ്രാഞ്ചിൽ സേവനമനുഷ്ഠിച്ച സെക്രട്ടറിയായി വിരമിക്കുകയും ചെയ്ത MS മണികണ്ഠന് പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ, കാട്ടകാമ്പാൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ, കൊച്ചിൻ ഗ്രാമീണ ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. തലക്കോട്ടുകര ബാലകൃഷ്ണപടിക്ക് സമീപം ആംബുലൻസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. പരിക്കേറ്റ ബൈക്ക് യാത്രികൻ പുലിയന്നൂർ ദാസൻ മകൻ പ്രതുലിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം നഗരസഭയിൽ മാലിന്യ സംസ്കരണത്തിന് 6 വാഹനങ്ങൾ വാങ്ങി. 60 ലക്ഷം രൂപ ചെലവിലാണ് 2 ടിപ്പർ ലോറികൾ, 2 ഡീസൽ ഓട്ടോറിക്ഷകൾ, മണ്ണുമാന്തി യന്ത്രം, ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഉൾപ്പെടെ 6 വാഹനങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഓട്ടോറിക്ഷകൾ ഹരിതകർമ്മ സേനയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തും. സ്വന്തമായി വാഹനങ്ങൾ ലഭിച്ചതോടെ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താൻ കഴിയുമെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി.
സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകുന്നു. കേരളത്തിൽ പരക്കെ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിൽ ശക്തമായ മഴ പ്രവചനമുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മെയ് 2 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. നാളെ 3 ജില്ലകളിലും മറ്റന്നാൾ 4 ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട്. വയനാട്, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട്. വയനാട്, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ് ശനിയാഴ്ച യെല്ലോ അലർട്ടുള്ളത്. സന്നദ്ധ സംഘടനയായ അലേർട്ട് കൊടുങ്ങല്ലൂർ തണ്ണീർ പന്തൽ ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെഴുത്ത് മുഖ്യപ്രഭാഷണം നടത്തി. അലേർട്ട് പ്രസിഡന്റ് CC അനിത അധ്യക്ഷത വഹിച്ചു. PH റഹീം, PA സീതി, വിനോദ് കക്കറ, അബ്ദുൽ റഹ്മാൻ കുട്ടി, ഇബ്രാഹിം കുട്ടി, നജീബ് ആനക്കോടൻ, ജുമൈല, മഹേഷ്, സുമയ്യ സിറാജ്, രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ മുണ്ടൂർ നിർമ്മൽ ജ്യോതി സെൻട്രൽ സ്കൂൾ വീണ്ടും ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയതായി സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2025-26 അധ്യയന വർഷത്തെ പരീക്ഷാ ഫലത്തിൽ സ്കൂളിന്റെ അക്കാദമിക മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചു. 500-ൽ 499 മാർക്ക് നേടി ജൂഡിത്ത് മേരി ദേശീയ തലത്തിൽ 2ാം റാങ്കും സംസ്ഥാന തലത്തിൽ 2ാം റാങ്കും ജില്ലാ തലത്തിൽ 1ാം റാങ്കും നേടി സ്കൂളിന്റെ അഭിമാനമായി മാറി. S. ഗൗരി നന്ദ 500-ൽ 497 മാർക്ക് നേടി 2ാം സ്ഥാനം കരസ്ഥമാക്കി. ഹൃദയ ഡെന്നി, VS ആദിത്യദേവ് എന്നിവർ 98.6%, AS ശിവാനി 97.8%, M. രാജലക്ഷ്മി 97.2%, TS ആര്യനന്ദ, ഹെന്ന റോസ് റോജിത്ത് എന്നിവർ 96.8% നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 37 വിദ്യാർത്ഥികൾ 90%-ലധികം മാർക്ക് നേടി. പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് ക്ലാസ് ലഭിച്ചു. ജൂഡിത്ത് മേരി, ഗൗരി നന്ദ എന്നിവരെ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AT ജോസ്, കൈപ്പറമ്പ് പഞ്ചായത്ത് അംഗം ഷൈനി ജേക്കബ് എന്നിവർ പൊന്നാടയണിയിച്ച് ആദരിച്ചു. വിദ്യാർത്ഥികളെ പ്രിൻസിപ്പാൾ സിസ്റ്റർ മേഴ്സി ജോസഫ്, സ്കൂൾ മാനേജ്മെന്റ് അധികൃതർ, PTA പ്രതിനിധികൾ എന്നിവർ അനുമോദിച്ചു. വേനൽ ചൂടിൽ ജനങ്ങൾക്ക് ആശ്വാസം പകർന്ന കൊടകര റോട്ടറി ക്ലബ്ബും കൊടകര പഞ്ചായത്തും സംയുക്തമായി സംഭാര വിതരണം തുടങ്ങി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ആരംഭിച്ച സംഭാര വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കൊടകര റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി നൈജോ ആൻഡോ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ദാസൻ, അംഗങ്ങളായ ദിവ്യ ഷിജു, ഗിരിജ സാംകുമാർ, റോട്ടറി ക്ലബ്ബ് ട്രഷറർ നിവിൻ ചെറാക്കുളം, ക്ലബ്ബ് മെമ്പർമാരായ PA അഭിലാഷ്, ശിവശങ്കർ തുടങ്ങിയവർ സന്നിധരായിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെള്ളിക്കുളങ്ങര യൂണിറ്റിന്റെ 43ാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VP ജോണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സെബാസ്റ്റ്യൻ മഞ്ഞളി, നിയോജകമണ്ഡലം ജനറൽ കൺവീനർ PG രഞ്ജിമോൻ, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രജീഷ് പോൾ, യൂണിറ്റ് സെക്രട്ടറി AD സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. SSLC+2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ക്യാഷ് അവാർഡ് സമ്മാനിച്ചു. പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘത്തിന്റെ തെക്കേ പടവിൽ കൊയ്ത്ത് തുടങ്ങി. ഒരാഴ്ച കൊണ്ട് കൊയ്ത്ത് പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. മേഖലയിലെ ഏറ്റവും വലിയ കോൾപ്പടവാണ് പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘം. ഇത്തവണ വെള്ളക്കെട്ട് മൂലം വൈകിയാണ് കൃഷി ഇറക്കാൻ കഴിഞ്ഞത്. പാർലമെന്റിൽ വനിതാ സംവരണ ബില്ല് അട്ടിമറിച്ച ഇടതു വലതു മുന്നണികളുടെ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ BJP തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിളാ മുന്നേറ്റ റാലി സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച റാലി ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. സമാപന സമ്മേളനം BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ
സമാപന സമ്മേളനം ബി.ജെ.പി. സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വി.കെ. സജീവൻ ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറിമാരായ നിത്യ സാഗർ, അഡ്വക്കേറ്റ് സോഫിയ ശ്രീജിത്ത്, രേഷ്മ സുനിൽ, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് കെ.എം. ജമീല, ജനറൽ സെക്രട്ടറി ജിജിമോൾ, തിരുവില്ലാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ അട്ടിമറിച്ച ഇടതു വലതു മുന്നണികളുടെ സ്ത്രീവിരുദ്ധതയ്ക്കെതിരെ വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനും അവധിക്കാലം സൃഷ്ടിപരമായി വിനിയോഗിക്കുന്നതിനും വേണ്ടി ചിറമനേങ്ങാട് കോൺകോർഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ മൊബൈൽ ലൈബ്രറി പദ്ധതി ആരംഭിച്ചു. ഡേയ്സ് വിത്ത് ബുക്സ് എന്ന സന്ദേശവുമായി നടപ്പാക്കുന്ന ഈ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിച്ച് വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. മുൻ വർഷം നേടിയ വലിയ വിജയത്തിന്റെ തുടർച്ചയായാണ് ഇത്തവണയും പദ്ധതി വിപുലമായി നടപ്പാക്കാൻ സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചത്. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിന്റെ മുഖ്യ രക്ഷാധികാരി ഒ. അബ്ദുറഹ്മാൻ കുട്ടി അധ്യക്ഷനായി. ചെയർമാൻ പെൻകോ ബക്കർ, ജനറൽ സെക്രട്ടറി ഉമ്മർ കടങ്ങോട്, മാനേജർ R.M. ബഷീർ, പ്രിൻസിപ്പാൾ സുബൈദ ബീവി, മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ഗഫൂർ കടങ്ങോട്, അക്കാദമിക് ഡയറക്ടർ സയ്യിദ് ഹാരിസ്, വൈസ് പ്രിൻസിപ്പൽ രാജീവ് പ്രകാശ്, സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ കരീം എന്നിവർ പങ്കെടുത്തു. എടത്തുരുത്തി 8-ാം വാർഡിലെ മൈത്രി അംഗനവാടിയിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാരി കെ. രത്നവല്ലിക്ക് യാത്രയയപ്പ് നൽകി. സലഫി മദ്രസ ഹാളിൽ നടന്ന യാത്രയയപ്പ് യോഗം എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ കെ.ഐ. മുഹമ്മദ് നബീൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ.ആർ. ഹരി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു, പഞ്ചായത്ത് അംഗം ഉമറുൽ ഫാറൂഖ്, ICDS സൂപ്പർവൈസർ എസ്. ദിവ്യ, വെൽഫെയർ കമ്മിറ്റി അംഗം രാമചന്ദ്രൻ വിളക്കത്തല, മോഹിനി, ശോഭന തുടങ്ങിയവർ സംസാരിച്ചു. ചേച്ചി ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് നാട്ടിലെ എല്ലാവരും എല്ലാ മക്കൾക്കും ആർത്താറ്റ് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ തേനീച്ച വളർത്തൽ പരിശീലനം സംഘടിപ്പിച്ചു. കാർഷിക രംഗത്തെ പുതിയ മാറ്റങ്ങളും നൂതന സാങ്കേതിക വിദ്യകളും സാധാരണ കർഷകരിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. തേനീച്ച കർഷകൻ ബിജു സെബാസ്റ്റ്യൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കൃഷി ഓഫീസർ സ്വീഗ ആന്റണി, സീനിയർ കൃഷി അസിസ്റ്റന്റ് കെ.എ. ജെസിനി എന്നിവർ സംസാരിച്ചു. അവരുടെ ശരീരത്തിൽ റോയൽ ഗ്രന്ഥിയുണ്ട്. അത് ജനിച്ച കുറച്ചിലായതുകൊണ്ടാണ് ആ ഗ്രന്ഥിയിൽ വസ്ത്രം. ചൂടിനെ പ്രതിരോധിക്കാൻ ഖാദി വസ്ത്രങ്ങൾ ധരിക്കാൻ ആഹ്വാനം ചെയ്ത ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ബോർഡ്. കൈകൊണ്ട് നൂറ്റ് കൈകൊണ്ട് തന്നെ നെയ്തെടുക്കുന്നതിനാൽ നൂലിനിടയിൽ ആവശ്യത്തിന് അകലം ഉണ്ടാകാറുണ്ട്. ഇത് ചൂട് സമയത്ത് തണുപ്പും തണുപ്പ് സമയത്ത് ചൂടും ശരീരത്തിന് അനുഭവപ്പെടാൻ ഇടയാകും. പ്രധാനമായും പരുത്തി നൂലുകളിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഖാദി തുണി പ്രകൃതി സൗഹൃദവുമാണ്. ഈ സാഹചര്യത്തിലാണ് കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ഖാദി വസ്ത്രങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ ഖാദി ബോർഡിന്റെ നിർദ്ദേശം. ചൂടുകാലം കണക്കിലെടുത്ത് ബോർഡ് 30% വിലക്കുറവിലും ഖാദി വസ്ത്രങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് തവണ വ്യവസ്ഥയിലും ഖാദി വസ്ത്രങ്ങൾ ലഭ്യമാകുന്നുണ്ടെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഖാദി ഡയറക്ടർ ബോർഡ് അംഗം കമല സദാനന്ദൻ, ജില്ലാ പ്രോജക്ട് ഓഫീസർ ധന്യ ദാമോദർ, KN മഞ്ജുഷ ജോസഫ്, ഡേവിസ്, പി രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. പുള്ള മനക്കുടി ഗ്രാമത്തിന് ഉത്സവ ദിനങ്ങൾ സമ്മാനിക്കാൻ ഊരാളി പാടി കാർണിവൽ നാളെ ആരംഭിക്കും. വിവിധ കൂട്ടായ്മകളുടെ സഹകരണത്തോടെ മനക്കുടി കിഴക്കുപുറത്ത് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിട്ടാണ് കാർണിവൽ നടക്കുന്നത്. കേരളം, തമിഴ്നാട്, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള കലാപ്രതിഭകളുടെ വ്യത്യസ്തങ്ങളായ കലാ അവതരണങ്ങൾ അരങ്ങിലെത്തും. കൂടാതെ സ്റ്റാളുകൾ, പരിശീലന കളരികൾ, പക്ഷി നിരീക്ഷണം ഉൾപ്പെടെയുള്ളവ കാർണിവലിന്റെ ഭാഗമായി നടക്കും. 2 വേദികളിലായി എല്ലാ ദിവസവും വൈകിട്ട് 5 മുതൽ രാത്രി 10 വരെ 4 അവതരണങ്ങൾ നടക്കുമെന്ന് സംഘാടക ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർട്ടിൻ ഊരാളി, മല്ലു പി ശേഖർ, എവലിൻ മാർട്ടിനസ്, സന്ദീപ് മാസ് എന്നിവർ പങ്കെടുത്തു.
കുന്നംകുളം നഗരസഭയും ആയുർവേദ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന യോഗ സമ്മർ ക്യാമ്പിന് തുടക്കമായി. നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലായി 5 കേന്ദ്രങ്ങളിലാണ് ഇത്തവണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായാണ് പ്രത്യേക യോഗ പരിശീലനം ഒരുക്കിയിട്ടുള്ളത്. ആയുർവേദ ആശുപത്രിയിൽ വെച്ച് നടന്ന ആദ്യ ദിന ക്യാമ്പിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൺസി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുന്നംകുളം ജവഹർ സ്ക്വയർ ബാസ്കറ്റ്ബോൾ കോർട്ട് നവീകരിക്കുന്നു. സംസ്ഥാന കായിക വകുപ്പ് അനുവദിച്ച 17 ലക്ഷം രൂപ ചെലവിട്ടാണ് കോർട്ട് അത്യാധുനിക രീതിയിൽ പുനരുദ്ധരിക്കുന്നത്. പ്രാഥമിക നടപടികൾ പൂർത്തീകരിച്ചതായും നിർമ്മാണ പ്രവർത്തികൾ എത്രയും വേഗം ആരംഭിക്കുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു. മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലന്റെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ടി സോമശേഖരൻ, മിഷ സെബാസ്റ്റ്യൻ, മിനി മോൺസി, ആർഷ ജിജു എന്നിവർ സംബന്ധിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,940 രൂപ, പവന് 1,11,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതോടെ ജില്ലയിലെ LDF ക്യാമ്പ് ആവേശത്തിൽ. പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമോ എന്ന ആശങ്കയിൽ UDF. ആനക്കലിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. അവനിശ്ശേരി സ്വദേശിനി ഉണ്ണിമായയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ആദ്യ ശീവേലി നടന്നു. വിളക്കാഘോഷം രാത്രി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ